ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർ ചെയ്തത്, പിന്നെ കട്ടളപ്പടിയിലെ സ്വർണം കൊണ്ടുപോയത്, ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഗൂഢാലോചന കൂടി വരുമ്പോൾ ഈ കൃത്യം ആര് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത് ചെയ്യിക്കുന്നതിന് അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, അതും കൂടെ അന്വേഷണ വിധേയമാകുമ്പോൾ നിലവിലെ ദേവസ്വം ബോർഡ് അധികാരത്തിൽ തുടരുന്നത് ശരിയാണോ? അപ്പോഴെങ്ങനെ നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം നടക്കും? പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ അവിടെ തന്നെ ഇരിക്കുക, ദേവസ്വം കമ്മീഷണറൊക്കെ അധികാര സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്രത്തോളം ഫലപ്രദമായിട്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പറ്റും? സംഗതി ശരിയായിട്ട് നീങ്ങുമോ? മുന്നോട്ട് പോകുമോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? വാസ്തവത്തില് സർക്കാർ ഈ ഭരണസമിതിയെ മാറ്റി നിർത്തണം, ഒന്നുകിൽ അവർ രാജിവെച്ച് മാറിപ്പോകണം, പകരം ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ വേണം അന്വേഷണം നടത്തേണ്ടത്. ഒരുപക്ഷെ നാളെ ഹൈക്കോടതിക്ക് തന്നെ അത് ചൂണ്ടിക്കാട്ടേണ്ടി വന്നേക്കാം. കാരണം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആ സംഘം ഈ അന്വേഷണങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ ആ ഭരണസമിതിയെ മാറ്റി നിർത്തുന്നതാണ്, ഒരു പകരം സംവിധാനം കൊണ്ടുവരുന്നതാണ് സർക്കാരിന് നല്ലത്. ഈ ഗൂഢാലോചന അന്വേഷണ വിഷയമാവുകയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്ക് വ്യക്തമാവുകയും ചെയ്തതോടെ ഈ മൊത്തത്തിലുള്ള സംഭവവികാസങ്ങളുടെ ആകമാന ചിത്രം തന്നെ അങ്ങ് മാറുകയാണ്. ഇത് ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-നുള്ളില് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇതൊരു പക്ഷേ ദേവസ്വം മന്ത്രിമാരുടെ തലത്തിൽ നിൽക്കണമെന്നില്ല, അതിന് മുകളിലേക്ക് പോയേക്കാം. പാർട്ടിയിലെ ചില നേതാക്കളുടെ പടിവാതിലുകളിലേക്ക് അന്വേഷണം നീണ്ടു ചെന്നേക്കാം. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് കേരളത്തിലെ CPM. 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഒന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതൊരു സെമി ഫൈനലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഡിസംബർ ആദ്യവാരമോ 2ാം വാരമോ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്ക് അന്വേഷണം അങ്ങനെ മുറുകി വരികയാണ്. പറഞ്ഞല്ലോ, ഈ വലയുടെ കുരുക്കുകൾ മുറുകി വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ, പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ തെളിവുകൾ പുറത്തു വന്നാൽ CPM വലിയ പ്രതിസന്ധിയിലാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡെമോക്ലീസിന്റെ വാളെന്ന് പറയുന്നത് പോലെ ഈ ശബരിമല കവർച്ച ഇങ്ങനെ അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. എപ്പോഴാണത് പൊട്ടി വീണ് എല്ലാവരെയും കൊണ്ട് പോവുക എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുവരെ ഹൈക്കോടതിയുടെ ഇടപെടല്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഗൂഢാലോചനയിലേക്ക് പോവുകയും CPM നേതാക്കളിലേക്ക് അന്വേഷണം വരികയും ചെയ്യുമ്പോൾ മറിച്ച് പറയാനും പറ്റത്തില്ല. വല്ലാത്തൊരു അന്തരാള ഘട്ടത്തിലാണ് ഈ പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത തവണ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക, അതിനുവേണ്ട കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ വാസവൻ, ഇപ്പൊ വാസവനെ കുറിച്ച് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ശ്രീ പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള 2ാമനായിട്ട് പോലും ഇപ്പോൾ പാർട്ടിയിൽ പലരും അദ്ദേഹത്തെ വാഴ്ത്തി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ, ചില നറേറ്റീവ്സ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് വാസവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ അന്വേഷണം ഏത് വഴിക്ക് പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ പാർട്ടിക്ക് ദോഷകരമായി, പാർട്ടി നേതാക്കൾക്ക് എതിരായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടപടലം പൊളിഞ്ഞു വീഴുന്ന ഒരു സാധ്യതയും സാഹചര്യമായി ഉള്ളത്. അടുത്ത മെയ് മാസം ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് വന്ന ED നോട്ടീസ് അടക്കം, മുഖ്യമന്ത്രി മകൾക്കെതിരായിട്ട് നടക്കുന്ന അന്വേഷണം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എക്സാലോജിക്ക്, SFIO ആ അന്വേഷണം നടക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ. പമ്പയിൽ ആഗോള സംഗമം നടത്തി കഴിഞ്ഞാൽ, അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും അകറ്റാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ടോ ഈ വിദേശ യാത്രയോ കൊണ്ടൊന്നും പ്രശ്നപരിഹാരം ഉണ്ടാവില്ല എന്നൊരു സ്ഥിതിയിലേക്ക് CPM നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഗവൺമെന്റിന് അയ്യപ്പ കോപം സംഭവിച്ചിരിക്കുന്നു. പമ്പയില് ഈ അയ്യപ്പ സംഗമം നടത്തി, ശബരിമല അയ്യപ്പനെ മുമ്പിൽ നിർത്തി രാഷ്ട്രീയമായ ലാഭക്കച്ചവടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിടത്താണ് അവർക്ക് CPM-ന്, ഗവൺമെന്റിന് തെറ്റു സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ കോപത്തിൽ നിന്ന് CPM-നും മുന്നണിക്കും രക്ഷപ്പെടുക വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും.